ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നീനാസ് വേൾഡ്. ഇന്നത്തെ വീഡിയോ ചാമ്പയ്ക്ക ജാമാണ്. ഈ ജാം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചാമ്പയ്ക്ക കുരു കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. കഴുകി വൃത്തിയാക്കിയ ചാമ്പയ്ക്ക ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായി അരച്ചെടുക്കണം. എടുത്ത ചാമ്പയ്ക്കയെല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ജാം തയ്യാറാക്കാനായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായി ചൂടാക്കി അതിലേക്ക് അരച്ചെടുത്ത ചാമ്പയ്ക്ക ചേർത്ത് കൊടുത്തു. അതോടൊപ്പം 1 കപ്പ് പഞ്ചസാരയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ചാമ്പയ്ക്ക ഇനി നന്നായിട്ട് വെന്ത് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ വരണം. അതുവരെ ഇതുപോലെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ചാമ്പയ്ക്ക അരച്ചതും പഞ്ചസാരയും ചേർത്ത് ഇളക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾ മധുരം ചെക്ക് ചെയ്ത് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഫുഡ് കളർ വേണമെങ്കിൽ ഫുഡ് കളറും ചേർത്ത് കൊടുക്കാം. ഞാൻ ഫുഡ് കളറൊന്നും ചേർക്കുന്നില്ല, നാച്ചുറൽ കളറിൽ തന്നെയാണ് എടുക്കുന്നത്. ഈ ജാം പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ജാം തയ്യാറാക്കി ഗ്ലാസ് ബൗളിലാക്കിയിട്ടുണ്ട്. ജാം തയ്യാറാക്കിയതിന് ശേഷം ഗ്ലാസ് ബൗളിലാക്കി 1 അവർ റൂം ടെമ്പറേച്ചറിൽ തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ 2 മണിക്കൂർ വരെ തണുപ്പിച്ചെടുത്തതാണ്. നിങ്ങളും ചാമ്പയ്ക്ക കിട്ടുമ്പോൾ ഇതുപോലെ ജാം ഉണ്ടാക്കി നോക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.